നമ്മളിന്ന് കുറേ LED ലൈറ്റുകളെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ലൈറ്റ് 500 വാട്ട്സ് കപ്പാസിറ്റി ഉള്ളൊരു LED ലൈറ്റാണ്. അപ്പോൾ ഇത് ബൈക്കളറാണ്. നമുക്ക് വാമും കൂളും മാത്രമേ ഇതിനകത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സൈസാണ്. നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. ഏകദേശം എൻ്റെ ഒരു ഊഹം വെച്ചിട്ടാണെങ്കിൽ 1.5 കിലോ വെയിറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് പർട്ടിക്കുലർ ഒരു ഏരിയയിൽ ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോമ്പാക്റ്റ് ആയിട്ട്, കാരണം നമുക്ക് വെബ് സീരീസ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വലിയ ലൈറ്റുകൾ കൊണ്ടു കിടക്കാൻ പറ്റില്ല. 2 പവർ ഒരുപാട് ഹാലജൻ ട്യൂബൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1000-ലാണ്. അപ്പോൾ അത്രയും പവർ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറൊരു പ്രൊഡക്റ്റ് കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്ന് നമ്മുടെ കയ്യിൽ ഇല്ല. അത് DJയുടെ ഒരു പോർട്ടബിൾ ഇൻവെർട്ടറാണ്. DJയുടെ ഒരു പോർട്ടബിൾ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ നമുക്കൊരു 1-2 മണിക്കൂറൊക്കെ നമുക്ക് പ്രത്യേകിച്ചും പാടത്തോ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഓപ്പൺ ഏരിയയിൽ കറണ്ട് ഇലക്ട്രിസിറ്റി പെട്ടെന്ന് അവൈലബിൾ അല്ലാത്ത സ്ഥലത്തൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ DJയുടെ ഇൻവെർട്ടറും ഇതുപോലുള്ള DJയ്ക്ക് പോലെ ഏത് ഇൻവെർട്ടറും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. കോമ്പാക്റ്റ് ആയിരിക്കണം, അതിനകത്ത് ബാറ്ററി ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ഇൻവെർട്ടർ ആയിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ ഏകദേശം 10,000 റുപ്പീസിന് താഴെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലൈറ്റ്. ഇനി കുറച്ചുകൂടെ വലിയ ലൈറ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ലൈറ്റ് എന്ന് പറയുന്നത് ടൈഫയുടെ ഈ ഒരു 450യുടെ ലൈറ്റാണ്. അപ്പോൾ ഈ ടൈഫയുടെ 450 2 മോഡൽ വരുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളത് പ്രോ ലൈറ്റാണ്. ഇത് RGB ലൈറ്റാണ്. ആർ സീരീസിൽ 450WR എന്ന് പറഞ്ഞൊരു സീരീസിൽ വരുന്നതാണ്. നന്ദു പ്രോ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഏകദേശം ഇപ്പോൾ ഇത് ഓഫർ പ്രൈസിൽ ലഭ്യമാണ്. ഇത് 15,300 രൂപയാണ് ഇപ്പോഴത്തെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് വില. പക്ഷേ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഏകദേശം 17,000 ആവാനാണ് സാധ്യത. അപ്പോൾ ഇത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇത് ബൈ കളർ ഉപയോഗിക്കാൻ പറ്റും, RGB ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, FX ചെയ്യാൻ പറ്റും, മ്യൂസിക് മോഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല മോഡലിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റാണ്. മാത്രമല്ല ഇതിനകത്ത് നമ്മൾ വാമാണെങ്കിലും കൂളാണെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഗാമ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതൊരു 1 to 10 പ്ലസ് മൈനസ് ആയിട്ട് ഗ്രീനും മജന്തയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു ടോൺ കൂടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ലൈറ്റിനൊരു ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, ലൈറ്റിനൊരു ഇമോഷൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലൈറ്റാണ് നന്ദുവിൻ്റെ ഈ ഒരു ലൈറ്റ് എന്ന് പറഞ്ഞാൽ. പ്രൈസ് ഞാൻ പറഞ്ഞു, ഏകദേശം 15,300 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തൊരു ലൈറ്റ് എന്ന് പറയുന്നത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റാണ്. ഇത് ML50 എന്ന് പറഞ്ഞ നന്ദുവിൻ്റെ തന്നെ വേറൊരു ലൈറ്റാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 5,500 രൂപ മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഡിഫ്യൂസർ, നേരത്തെ കാണിച്ച ലൈറ്റുകളിലൊക്കെ നമുക്ക് ബോൺസ് മൗണ്ടാണ് ആ ലൈറ്റുകളൊക്കെ. ആ ബോൺസ് മൗണ്ടിൽ നമുക്ക് ഒരു ഒക്റ്റ കൊടുത്തിട്ട് നമുക്ക് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് വരുന്നത് നമുക്ക് സ്റ്റാൻഡിൽ കണക്ട് ചെയ്യാനായിട്ടൊരു നട്ട് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ പോർട്ട് ചാർജിങ് ആണ്. നമ്മുടെ ഒരു മൊബൈൽ ചാർജർ ഉപയോഗിച്ചിട്ട് ഇതിനെ ചാർജ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡിഫ്യൂസർ ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. നമുക്ക് ഡിറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ ഉണ്ട്. ഇത് 50 വാട്ടാണ് ഇതിനകത്തുള്ളത്. പക്ഷേ ഇതിനകത്ത് കൂളിംഗ് സിസ്റ്റം ഇതിനകത്തും ഉണ്ട്. 40 മിനിറ്റോളം നമുക്കൊരു ഫുൾ ചാർജിൽ ഉപയോഗിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ 450-ലുള്ളതുപോലെ തന്നെയുള്ള എല്ലാ എഫക്റ്റും നമുക്ക് RGB മോഡിൽ ഉപയോഗിക്കാൻ പറ്റും, FX മോഡിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ലൈറ്റാണ്. 5,500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ലൈറ്റാണ് ഈ ഒരു ലൈറ്റ്. ഗോഡോക്സിൻ്റെ LC500 ആണ്. ഏകദേശം 14,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. വാറൻറ്റിയോട് കൂടിയാണ്. ഇതെല്ലാം ഗ്രേ മാർക്കറ്റിലും വരുന്നുണ്ട്. അപ്പോൾ പ്രൈസ് ഒന്ന് കമ്പയർ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ പ്രൊഡക്ട്സ് എല്ലാം വാറൻറ്റിയോടുള്ള പ്രൊഡക്ട്സാണ് പറഞ്ഞത്. സിംപെക്സിൻ്റെ സർവീസ് വാറൻറ്റി മാത്രമേ കിട്ടുന്നുള്ളൂ, ബാക്കിയെല്ലാം വാറൻറ്റിയോട് കൂടിയാണ്. ഇത് നമുക്ക് RGB ആണ്. നല്ല രീതിയിൽ വളരെ കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ഇത് 2 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വെഡ്ഡിങ്ങിനൊക്കെ ആണെങ്കിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലൈറ്റാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ലൈറ്റാണ്. പക്ഷേ ഇതിൻ്റെ ഒരുപാട് മോഡൽസ് വേറെ വരുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഇതിൻ്റെ കൂടെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന വേറൊരു മോഡൽ കൊഡാക്കിൻ്റെ തന്നെ ഒരു മോഡലുണ്ട്. അത് ഏകദേശം ഈ പ്രൈസാണ്. കുറച്ചുകൂടെ നല്ല വെള്ള കിട്ടുന്നത് ആ ലൈറ്റാണ്. ആ ലൈറ്റ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അത് അടുത്ത ഒരു ലൈറ്റാണ്. ഇനി അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ചുകൂടെ വില കുറഞ്ഞ എങ്കിൽ ഔട്ട്പുട്ടുള്ള സിംപെക്സിൻ്റെ ഒരു ലൈറ്റാണ്. അപ്പോൾ ഇതാണ് ലൈറ്റ്. ഇത് സിംപെക്സിൻ്റെ 200 ആണ്. ഇതിനകത്ത് വാമും കൂളും മാത്രമേ ഉണ്ടാവുള്ളൂ. 200 വാട്ട്സ് പവർ കയറുന്ന ലൈറ്റാണ്. പക്ഷേ ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. അത്യാവശ്യം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് വെഡ്ഡിങ്ങിലായിക്കോട്ടെ കോണ്ടൻറ്റ് ആയിക്കോട്ടെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലൈറ്റാണ്. 5,000 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ഒരു തൊട്ടടുത്തൊരു അപ്ഡേഷൻ കൂടെ നമ്മുടെ കയ്യിലുണ്ട്. അത് സിംപെക്സിൻ്റെ തന്നെ M300 ആണ്. ഏകദേശം ഒരു 6,000 രൂപേൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. ഇത് 2,700 മുതൽ 6,500 കെൽവിൻ വരെ ഔട്ട് തരാൻ പറ്റുന്ന ലൈറ്റാണ്. അപ്പോൾ വെഡ്ഡിംഗ് പർപ്പസിനൊക്കെ ആണെങ്കിൽ ഈ ഒരു ലൈറ്റ് 2 എണ്ണം ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്കൊരു ഫിൽ ലൈറ്റ് കിട്ടും. ഒരു വലിയ സ്റ്റേജൊക്കെ കവർ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ 2 ലൈറ്റ് കൊണ്ട് പറ്റണമെന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഹാലജൻ അവിടെ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ ഫിൽ ലൈറ്റ് കൊടുക്കാനാണെങ്കിൽ
കംഫർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ 2 ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഷൂട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ ക്യാമറകളെല്ലാം ലോ ലൈറ്റ് പെർഫോമൻസ് ഉള്ള ക്യാമറകളായതുകൊണ്ട് അതിന് ഈ 2 ലൈറ്റ് വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും.